ഇന്ന് നമുക്കൊരു ക്യാപ്പുച്ചിനോയുടെ റെസിപ്പി ചെയ്ത് നോക്കിയാലോ? അതിനുവേണ്ടി ഒരു കപ്പിലേക്ക് ബ്രൂവിൻ്റെ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചിടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 2 രൂപയുടെ പാക്കറ്റാണ്. ഇതെനിക്ക് തോന്നുന്ന ഒരു 4 പേർക്കെങ്കിലും ഇതൊരു ക്യാപ്പുച്ചിനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ക്യാപ്പുച്ചിനോ ഉണ്ടാക്കുന്നതെങ്കിൽ 2 രൂപയുടെ ഒരു പാക്കറ്റ് ധാരാളം മതി നമുക്ക്. ഞാനിവിടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊരു 3 പാക്കറ്റ് എടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 3 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രൂവിൻ്റെ പൊടിയും പഞ്ചസാരയും ഇട്ടതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി സാധാ നോർമൽ വാട്ടർ നമുക്ക് യൂസ് ചെയ്താൽ മതി. ആദ്യം അല്പം മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് ബീറ്ററും യൂസ് ചെയ്യാം. ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇവിടെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ആദ്യം അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കുക, അതിനുശേഷം അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. ഇതിനൊരു ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി ഉണ്ട്, അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കളർ ചേഞ്ച് ആവുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇളക്കുന്നതനുസരിച്ച് ഇതൊരു കുറച്ചുകൂടെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എനിക്കിപ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ, നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് അത്രയ്ക്ക് വരില്ല, ക്യാപ്പുച്ചിനോ ആണെന്നും നമുക്ക് തോന്നില്ല. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അതിനു വേണ്ടി ഒരു കപ്പിൽ പാലെടുത്ത് വയ്ക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മിൽമയുടെ തിളപ്പിച്ച പാലാണ്. അതൊരു കപ്പ് എടുക്കുക. അതിലേക്ക് ആവശ്യാനുസരണം കടുപ്പത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട വരാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ടതില്ല, നമുക്ക് കുടിക്കാം. കുറച്ചുകൂടെ കടുപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഡിസൈന് വേണ്ടി കുറച്ച് മുകളിലായിട്ട് കുറച്ച് ബ്രൂവിൻ്റെ പൊടികളൊക്കെ വിതറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈനൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടി ലവിൻ്റെ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് ബ്രൂവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ എല്ലാം ഒന്നും പറ്റില്ല, നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തരിതരിയായിട്ട് ബ്രൂവിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു നല്ല ഭംഗിയായിരുന്നു.